ഗായ്സ്, സോ ഇറ്റ്സ് മീ സോന അൻസാർ. നമുക്കിന്ന് കുറച്ച് നുണകൾ പറയാം. കുറേ നാളായല്ലേ നമ്മൾ കുറച്ച് Q&A ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് അതിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാം. അതായത് നമ്മൾ കുറച്ച് നുണയൊക്കെ പറയുന്നത് എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാനിന്ന് പറയാം. നിങ്ങൾ അതൊക്കെ കേട്ടിരിക്കും അങ്ങോട്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. ചുമ്മാ ഒന്ന് തൊട്ടാൽ പോരെ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 6 to 7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്കതിന് വീഡിയോ ഇടാം. ഒരു കുഞ്ഞം വീഡിയോ ആയിട്ട് നമുക്കിത് ചെയ്യാം ഗൈസ്, കാരണം ഒരുപാട് ലെങ്തി ഒന്നും ആക്കുന്നില്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി ഞാൻ എപ്പോഴും ചോദിക്കും പക്ഷെ എനിക്ക് റിപ്ലൈ കിട്ടാറേ ഇല്ല, ചേച്ചി യൂസ് ചെയ്യുന്ന ചേച്ചിയുടെ ലിപ് ഷെയ്ഡ് ഏതാണ്? ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പം ഇത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആക്ച്വലി വാക്സ് ചെയ്യുമ്പോൾ പെയിനും ത്രെഡ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ടോ? എന്നാ ഇങ്ങനത്തെ വല്ല സാധനം യൂസ് ചെയ്ത് ചോദിച്ചത് ഇതാണ് അവസ്ഥ. ആരും പേടിക്കണ്ട, മുറിഞ്ഞൊന്നും ഇല്ല. ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. എന്നാ നമുക്കിനി ഇവനെ പരിചയപ്പെട്ടാലോ? ഇതാണ് നമ്മുടെ അഗാരോയുടെ ഫേഷ്യൽ ഹെയർ റിമൂവർ. വേദന ഇല്ലാണ്ട് 500 ആയിരങ്ങളും ചെലവാക്കാണ്ട് നിങ്ങളുടെ മുഖത്ത് കുഞ്ഞു രോമം ഒക്കെ പറിച്ചെറിഞ്ഞ് കളയണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഇത് ടൈപ്പ് സി ചാർജറോട് കൂടെയാണ് വരുന്നത്. ഇതിന്റെ ബാക്കിലത്തെ ഈ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് താജ്മഹലിൽ പണി. ഇതിൽ ഡബിൾ റൊട്ടേറ്റിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. പിന്നെ പവർഫുൾ മോട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിൽ ഇത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോണും അതേപോലെ വുമൺ ഏത് ഏജിലുള്ള വിമനും ചെയ്യും. ഇത് ഡിറ്റാച്ചബിൾ ഹെഡ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വൃത്തിയാക്കാനും പറ്റും. ലിപ്സ്റ്റിക്കിന്റെ അത്ര തന്നെ ഈ സാധനം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എവിടെ പോകുമ്പോഴും ചുമന്ന് കെട്ടി കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഇവിടെയും പോയിട്ട് പിള്ളേരോടൊന്ന് ഇറക്കണ്ട സാധനമുണ്ടോ. പിന്നെ പോരാത്തതിന് 1 year വാറന്റിയും ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം ഗൈസ്. ബൈ. പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം ഗൈസ്. ബൈ. കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോങ് വീഡിയോസ് ഇടുന്നത് കുറച്ച് ശോകമായിട്ടാണ് ഞാൻ ഇടാറ്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടമല്ല ലോങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഷോർട്സിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കുട്ടി എൻ്റെ ഷോർട്സ് ഒക്കെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എൻ്റെ ചുണ്ടിട്ടേക്കുന്നത്. എൻ്റെ ലിപ്പ് കുറച്ച് പിഗ്മെന്റഡ് ആയതുകൊണ്ട് ഈ സാധനം ഇടുമ്പോൾ എൻ്റെ ചുണ്ടിന് ഇങ്ങനെയാണ് ഒരു കളർ വരുന്നത്. ഇത് നമ്മുടെ NYBയുടെ 06 സ്പൈസി റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. കാണത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ഷെയ്ഡൊക്കെ കാണാം. ഇതാണ് ഷെയ്ഡ്. കാണാമോ ഗൈസ്? ഇതാണ് ഷെയ്ഡ്. ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പ്രൈസ് ഒന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ്. അപ്പം സ്പൈസി റസ്റ്റ് NYBയുടെ 06 ഷെയ്ഡ് ഇതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. അടുത്തെന്ന് പറയുമ്പോൾ ഹെയർ കളർ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ചെയ്തതാണോ? ഇത് വീട്ടിൽ ചെയ്തതല്ല. ഇത് നമ്മളിപ്പോ എന്താ നമ്മുടെ ട്രിവാൻഡ്രത്ത് കൂട് എന്ന് പറയുന്ന ഒരു സലൂൺ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു ഹെയർ കളറാണ് ഇത്. ഇതിന്റെ കളർ ഷെയ്ഡും എനിക്ക് നമ്പറും ഒന്നും എനിക്ക് അറിയാൻ വയ്യ. സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ മേലെ കളർ ആക്കണ്ട, ബാക്കി ഹെയർ ഫുള്ള് കളർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് കിട്ടിയത്. ഇത് ഫുള്ള് കളർ ഉണ്ട്, ഇതിന്റെ അകത്തോട്ടൊക്കെ കളർ ഉണ്ട്. പിന്നെ ഈ മേലത്തെ ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ അങ്ങനെ കളർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് ഞാനിങ്ങനെ ബാങ്ക്സ് വെട്ടിയിടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ചേരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കളർ ചെയ്തില്ല, ബാക്കി ഹെയർ ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ബർത്ത്ഡേ ഹൈറ്റ് വെയിറ്റ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ 2005 March 4 ആണ്. ഞാൻ March 4 കുട്ടിയാണ് ഗൈസ്. അതുപോലെ എന്തായിരുന്നു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 153 or 4 centimeter ഉണ്ട്. എനിക്ക് പൊതുവെ ഹൈറ്റ് ഇച്ചിരി കുറവാണ്, ഒരു കുരുട്ടാണ് ഗൈസ്, ഞാൻ ഒരു ഇച്ചിരിയുള്ളൂ. പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുഡ് ഡേ ഉള്ളത് കൊണ്ട് 50 kg ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു മൈക്ക് മേടിക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല മൈക്കൊക്കെ ഏതാണ് അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്തോളൂ ഗൈസ്, കമന്റ് ബോക്സ് സജസ്റ്റ് ചെയ്തോളൂ. ഞാനൊരു നല്ലൊരു മൈക്ക് നോക്കുന്നുണ്ട്. ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള റീസൺ എന്താണ്? ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള റീസൺ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കും. ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേനും ബോട്ടോക്സോ കെരാറ്റിനോ ഒക്കെ പോയിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ ചുരുണ്ട് വരുന്നത് ഇഷ്ടമല്ല.
ഓക്കെ, ദിസ് ബ്ലാക്ക് കുർത്ത ഫ്രം ഇതെനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു ബ്ലാക്ക് കുർത്ത ഞാനതിവിടെ ആ കുർത്തയുടെ ഫോട്ടോ എടുത്തേക്കാം. അത് ഞാൻ മീഷോയിൽ നിന്നാണ് എടുത്തത്. എനിക്ക് പൊതുവേ സാധനങ്ങളൊക്കെ മീഷോയിൽ നിന്ന് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്നൊക്കെ സാധനം ഭയങ്കര മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുർത്തയുടെ ഫോട്ടോ ഇവിടെയും അതിൻ്റെ മറ്റേ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയും കൊടുക്കാം. ചില ടൈമിൽ നമ്പർ അതിൻ്റെ കോഡ് നമ്പർ കൊടുക്കാത്ത റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഞാൻ എടുത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ മേടിക്കുന്നതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, ഞാൻ എടുത്ത് കഴിയുമ്പോഴത്തേലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് കൊണ്ട് എന്താ നമ്പർ അതിന്റെ കോഡ് നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഏതെങ്കിലും നൂറ്റാണ്ടിൽ കാണാം. കാരണം ഞാൻ അടുത്ത ലോങ് വീഡിയോ കൊണ്ടുവരുമ്പോൾ ഒരു സമയം കഴിയും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്ക് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷോർട്സ് ഒക്കെ ഇരുന്ന് കാണുക ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ ഷോർട്സിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിലുള്ള ഗൈസ് ബൈ.